സ്ഥലം മാറ്റിയ അനേർട്ട് സിഇഒ നരേന്ദ്രനാഥ് വെല്ലൂരി IFSനെ വിടാതെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. നരേന്ദ്രനാഥ് വെല്ലൂരിയെ സ്ഥലം മാറ്റി രക്ഷപ്പെടാമെന്ന് സർക്കാർ കരുതേണ്ട. മന്ത്രിമാരുടെ ഒത്താശയോടെ വെല്ലൂരി നടത്തിയ കോടികളുടെ അഴിമതിയിൽ ഗൌരവതരമായ അന്വേഷണം വേണമെന്ന് ചെന്നിത്തല ആവശ്യപ്പെട്ടു. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഏറ്റവും വിശ്വസ്തനാണ് നരേന്ദ്രനാഥ് വെല്ലൂരിയെന്നും ചെന്നിത്തല പറയുന്നു. TV പ്രസാദ് നമുക്കൊപ്പം. TV പ്രസാദ്, അനേർട്ട് സിഇഒ സ്ഥാനത്ത് നിന്ന് നരേന്ദ്രനാഥ് വെല്ലൂരിയെ മാറ്റി എന്നതായിരുന്നു ഇന്നലെ നമ്മൾ ബ്രേക്ക് ചെയ്ത വാർത്ത. ഇപ്പോൾ മാറ്റം കൊണ്ട് മാത്രം കാര്യമില്ല എന്നതാണോ രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്ന വാദം? അതുതന്നെയാണ് സുജി. ആ റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ രമേശ് ചെന്നിത്തലയും ഈ വിഷയം ഉന്നയിച്ച് പലതവണ മാധ്യമങ്ങളെ കണ്ടിരുന്നു. രമേശ് ചെന്നിത്തല പറയുന്നത് വെല്ലൂരിയെ സ്ഥലം മാറ്റിയത് കൊണ്ട് മാത്രം ഈ പ്രശ്നം അവസാനിക്കുന്നില്ല, ഇതിൽ ഒരു വിജിലൻസ് അന്വേഷണം നടക്കണം. മന്ത്രിമാർക്കെതിരായ ആരോപണങ്ങൾ അത് മന്ത്രിതല സമിതി നിയമസഭാ സമിതി അന്വേഷിക്കണം എന്ന ആവശ്യമാണ് പ്രധാനമായും രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ അനേർട്ടിലെ സോളാർ ടെൻഡറിൽ നടന്ന കോടികളുടെ ക്രമക്കേട്, ഹൈഡൽ ടൂറിസം പദ്ധതിയുടെ മറവിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പാർട്ടി നേതാക്കൾക്ക് നൽകിയ ടെൻഡറിലെ അഴിമതികൾ, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രേഖകൾ സഹിതമാണ് വാർത്തകൾ റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നത്. അതിന് പിന്നാലെയാണ് ഇന്നലെ സർക്കാർ നരേന്ദ്രനാഥ് വെല്ലൂരി IFSനെ അനേർട്ടിന്റെ CEO സ്ഥാനത്ത് നിന്ന് നീക്കിയത്. അനേർട്ടിന്റെ CEO എന്ന നിലയ്ക്കാണ് മാനദണ്ഡം കൂടി മറികടന്നുകൊണ്ട് ഹൈഡൽ ടൂറിസം പദ്ധതിയുടെ ഡയറക്ടറായി നരേന്ദ്രനാഥ് വെല്ലൂരിയെ സർക്കാർ നിയമിക്കുകയും ചെയ്ത്. നിലവിലെ സാഹചര്യത്തിൽ ഹൈഡൽ ടൂറിസം പദ്ധതിയുടെ ഡയറക്ടറെ മാറ്റിയതായ ഒരു അറിയിപ്പ് സർക്കാരിൽ നിന്ന് വന്നിട്ടില്ല. അക്കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടാകണം. എന്തായാലും രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ പറയുന്നത്, നേരത്തെ 188 തവണ ഫയൽ സഞ്ചരിച്ച വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് നരേന്ദ്രനാഥ് വെല്ലൂരി IFSന്റെ അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ടാണ്. അതിൽ നടപടിയെടുക്കാത്തത് മന്ത്രിയുടെ അടുത്ത ബന്ധു ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. മാത്രമല്ല, അത് വിവരാവകാശ നിയമപ്രകാരം പുറത്തു തരാനും തയ്യാറാകുന്നില്ല തുടങ്ങിയ റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്ന വാർത്തകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശക്തമായ പ്രതിഷേധം ഉൾപ്പെടെയുള്ള ഒരു പ്രസ്താവന ചെന്നിത്തലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. സുജയ. ഓക്കെ, TV പ്രസാദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.